السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ മജ്ലിസിനെ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹളറത്തിൽ എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ പൊരുത്തത്തിലായി ഈ മജ്ലിസ് സ്വീകരിക്കപ്പെടാൻ വലിയൊരു കാരണമായി പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മഹനീയമായ മജ്ലിസ് വലിയ സബബാക്കി തരുമാറാകട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാം ഹൃദയം പരിശുദ്ധ മദീനയുമായി കൂടുതൽ അടുത്തിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വാപ്പിച്ച, നമ്മുടെ എല്ലാം ആശ്രയവും ആശാകേന്ദ്രവും നമ്മുടെ എല്ലാം പ്രതീക്ഷയുമായിരുന്ന മർഹൂം അഹ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം 25 ഇതുപോലൊരു രാവിലായിരുന്നു നമ്മോട് വിട പറഞ്ഞത്. ഇന്നേക്ക് 18 ആണ്ട് തികയുകയാണ്. അൽഹംദുലില്ലാ, പലതവണകളായി പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ച് ആ പൊന്നുപ്പയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് മജ്ലിസുകൾ നടത്തി. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ, അവിടുത്തെ പ്രിയപ്പെട്ട മകൾ സുമയാത്ത അൽഹംദുലില്ലാ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഒരുപാട് ഖിദ്മത്ത് ചെയ്തവരാണ്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ കൊണ്ട് പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. അതിൻ്റെ എല്ലാം പ്രതിഫലം പ്രിയപ്പെട്ട പൊന്നുമ്മയുടെയും ഉമ്മച്ചയുടെയും വാപ്പിച്ചയുടെയും ഒക്കെ ഖബറിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആഫിയത്തോടുകൂടിയും ആരോഗ്യത്തോടുകൂടിയും നിലകൊള്ളുന്ന ഈ സാഹചര്യത്തിൽ നമ്മളെക്കൊണ്ട് കഴിയുന്നതത്രയും നമ്മുടെ മാതാപിതാക്കൾക്ക് ഖബറിൽ കിടക്കുന്ന ആരൊക്കെയാണോ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കാൻ ആരോഗ്യം കൊണ്ടും ആഫിയത്ത് കൊണ്ടും സാഹചര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതെല്ലാം രൂപത്തിൽ അവരെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ നമുക്കതിന് സാധിക്കുമെങ്കിൽ കഴിയാതെ പോവരുത്, അതിന് നമുക്ക് കഴിയണം. അൽഹംദുലില്ലാ, പ്രിയപ്പെട്ട സുമയാത്ത ആ വാപ്പിച്ചയ്ക്ക് വേണ്ടി ഈ ദിവസത്തിലേക്ക് പരിശുദ്ധ ഖുർആൻ വഖഫ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം എനിക്കുമുണ്ട് കടമ, ഞാനും ആ കൂട്ടത്തിൽ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നവർക്കും ചെയ്തവർക്കും ചെയ്തു കഴിഞ്ഞവർക്കും എല്ലാം അല്ലാഹു അതിൻ്റെ പ്രതിഫലം അവർക്കും ആർക്കാണോ ഉദ്ദേശിച്ചത് അവരിലേക്കും അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആഫിയത്തോടു കൂടിയിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യണം. മരിച്ചു കഴിഞ്ഞാൽ ആര് നമുക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കരുണയുടെ ലോകമായ കാരുണ്യത്തിൻ്റെ കവാടമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുപാട് നന്മകൾ നമ്മൾ ചെയ്തു വച്ചത് തന്നെ നമുക്ക് തന്നെ തിരിച്ചു ലഭിക്കുന്ന രൂപത്തിൽ അല്ലാഹു നമുക്കാക്കിത്തരും. എന്നാൽ നമ്മൾ എന്തിനാണോ ചെയ്തത് അതിനൊരു കുറവും അവർക്ക് വരാത്ത രൂപത്തിൽ നമുക്കും അതുപോലത്തെ തന്നെ നല്ലൊരു പ്രതിഫലം നമുക്ക് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഈമാനിൻ്റെ കുറവ് മൂലം ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും നിയ്യത്തുകളിലും മറ്റു പല പ്രവർത്തനങ്ങളിലും നമ്മൾ അകൽച്ച വരുത്താറുണ്ട്, ഈ വിനീതനടക്കം. അതൊക്കെ നമ്മുടെ സമയത്തിൻ്റെ ബറക്കത്തില്ലായ്മയാണ്. അത് നാം ചോദിച്ചു വാങ്ങേണ്ടത് അതാത് സമയങ്ങളിലാണ്. മുഹറത്തിന് അതിനു പറ്റിയ സമയമാണ്. റജബും ഷഅബാനും റമളാനും അതിനു പറ്റിയ സമയമാണ്. ദുൽഹിജ്ജ മാസത്തിലും ദുൽഖഅദ മാസമൊക്കെ ചോദിക്കാൻ പറ്റിയ മാസമാണ്. ഇനി നമ്മളുടെയൊക്കെ കടന്നു വരാനിരിക്കുന്നത് റബീഉൽ അവ്വൽ മാസമാണ്. ആ മാസത്തിൽ നമുക്ക് ചോദിക്കാൻ പറ്റിയതെല്ലാം റബ്ബിനോട് ചോദിച്ചാൽ നമ്മുടെ വരും കാലങ്ങളിലൊക്കെ ധാരാളം ബറക്കാത്തുകൾ നമുക്ക് ലഭിക്കും. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ, പ്രത്യേകിച്ച് മസ്ജിദുൽ നബവിയിൽ നമ്മൾ ഖുർആൻ വഖഫ് ചെയ്യുന്നത്. നമുക്ക്
ഒരുപാട് ബറക്കത്തുണ്ടാകാനും നമ്മുടെ കാര്യങ്ങളിൽ റാഹത്തുണ്ടാവാനും മക്കളുടെ ജന്മദിനം വരുമ്പോഴും വരും ദിനങ്ങളിലും മാസങ്ങളിലും അവരുടെ ജീവിതത്തിലും അവരുടെ പഠനങ്ങളിലും അവരുടെ സർവ്വ മേഖലകളിലും ബറക്കത്തുണ്ടാകണേ എന്ന നിയ്യത്തിൽ നമ്മൾ ഖുർആൻ വഖഫ് ചെയ്യുന്നത്. ഇതൊന്നും നമുക്ക് നഷ്ടമാവില്ല. പ്രവർത്തിക്കണം, നമ്മൾ കഠിനാധ്വാനികളാകണം. എന്നാൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുമുള്ള സഹായം നമുക്ക് ലഭിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. മൗലിദും ദിക്റും ഖുർആനും ഒക്കെ ഓതി ആ ഉപ്പയ്ക്ക് വേണ്ടി നമുക്ക് കുറച്ച് സമയങ്ങൾ ചെലവഴിക്കാം. ആത്മാർത്ഥമായി മറ്റുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ഈ മജ്ലിസ് കഴിയുന്നത് വരെ കുറഞ്ഞ സമയം മാത്രം ശ്രദ്ധിച്ച് കേട്ടിരുന്ന് ഓതാനുള്ളതും ചൊല്ലാനുള്ളതും ചൊല്ലിപ്പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഉപ്പയെ സന്തോഷിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും സദസ്സുകളിൽ മജ്ലിസുകളിൽ പറയുന്ന കാര്യമാണ്, നമ്മിൽ നിന്നും വിട പറഞ്ഞവർ മുഹറം മാസത്തിലാണെങ്കിൽ ഇപ്പോൾ 25 ആയിക്കോട്ടെ, മുഹറം 25 ആയിക്കോട്ടെ, എന്നിരുന്നാലും അവരുടെ മാസം മുഹറം 1 മുതൽ 29 വരെയാണ്. അപ്പോൾ മുഹറം 25 ആണെങ്കിലും മുഹറം 1 മുതൽ 29 വരെയും അവർക്ക് വേണ്ടി കുറഞ്ഞ സമയം നാം എല്ലാ ദിവസവും ചെലവഴിക്കണം. നമ്മുടെ ഉപ്പയല്ലേ, നമ്മുടെ ഉമ്മയല്ലേ, അവരുടെ മാസം വരുമ്പോൾ അതിനുവേണ്ടി നാം കുറഞ്ഞ സമയം ചെലവഴിക്കാൻ കഴിയണം. ഖത്മുൽ ഖുർആൻ ഓതാൻ കഴിഞ്ഞാൽ നല്ല കാര്യം, ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഓതാൻ കഴിഞ്ഞാൽ അത് ചെയ്യുന്നതോടൊപ്പവും ഇനി ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു യാസീൻ മുഹറം 1 മുതൽ 29 വരെയും സൂറത്തുൽ മുൽക്കും അതുപോലെ സൂറത്തു യാസീനും അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും ദിക്റും ഇസ്തിഗ്ഫാറും ഈ പറയപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എല്ലാ ദിവസവും ചെയ്യണം. ഇത് ഈ ആണ്ടിന് മാത്രമല്ല, ഇനി എല്ലാ ആണ്ടുകളിലും ആർക്കൊക്കെ വന്നാലും നമ്മളിങ്ങനെ ചെയ്യാൻ മനസ്സ് കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖബറിൽ ധാരാളം നന്മകൾ ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മ തുടങ്ങിയതു മുതൽ ഈ നിമിഷം വരെ എത്രയോ ഖത്മുൽ ഖുർആനുകളാണ് ഈ കൂട്ടായ്മയിൽ ഓതി വച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് യാസീനുണ്ട്, കോടിക്കണക്കിന് ഫാത്തിഹയുണ്ട്, ഇഖ്ലാസുണ്ട്, ദിക്റുകളുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്. ഇപ്പോൾ കണക്കുകളൊന്നും എടുത്തു പറയാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്. പടച്ചവനറിയാം എത്ര ഖുർആനാണ് ഈ കൂട്ടായ്മയിൽ ഓരോരുത്തരും ഓതിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നമ്മൾ ഈ കൂട്ടായ്മയിൽ കൂടിയതും ഓതുന്നതും എന്തിനാണോ അത് റബ്ബ് തന്നെ അത് തീരുമാനിക്കുകയും അതിന് വേണ്ട അർഹതപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ ഓതുന്നത് എന്തിനാണ്? നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്കും ഇനി മരണപ്പെടാൻ പോകുന്നവരെന്ന് പറയുമ്പോൾ തന്നെ നമ്മളതിൽ ഉൾപ്പെട്ടു. അപ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരികയാണ്. അതിന് മജ്ലിസ് നടത്തണമെന്നോ ദുആ ചെയ്യണമെന്നോ ഹദിയ ചെയ്യണമെന്നൊന്നുമില്ല. ഇനി ചെയ്തില്ലെങ്കിലും കിട്ടും, ഇനി ചെയ്താലൊന്നും കൂടി മനോഹരമാകും, നമുക്ക് മനസ്സിന് റാഹത്ത് കിട്ടും. ഈ വിനീതൻ്റെ സാഹചര്യവും സന്ദർഭവും നോക്കണമല്ലോ. ഈ സാഹചര്യത്തിൽ പരിശുദ്ധ മദീന മുനവ്വറയിൽ വെച്ച് നടത്തുന്ന ഈ മജ്ലിസ് ആ ഉപ്പയുടെ ഖബർ വിശാലമാകാൻ, സ്വർഗ്ഗപ്പൂന്തോപ്പാവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മയായിക്കോട്ടെ, ഉപ്പയായിക്കോട്ടെ, വല്യുമ്മയായിക്കോട്ടെ, വല്യുപ്പയായിക്കോട്ടെ, ഭർത്താവിൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളായിക്കോട്ടെ, ആര് നമ്മിൽ നിന്നും വിട പറഞ്ഞാലും അതിന് 10 വർഷമെന്നോ 15 18 20 30 50 ഇല്ല. നമുക്ക് ആഫിയത്തുള്ളിടത്തോളം കാലം അവരുടെ ഒന്നാമത്തെ ആണ്ട് എങ്ങനെയാണോ നടത്തിയത് അതുപോലെ നമുക്ക് മനോഹരമായി നടത്താൻ കഴിയണം. സ്വതഖകൾ കൊണ്ടും അത് നമ്മുടെ നാവുകൾ കൊണ്ടുള്ള സ്വതഖയായ ഖുർആൻ കൊണ്ടും ദിക്ർ കൊണ്ടും മജ്ലിസ് കൊണ്ടും നമ്മുടെ സമ്പത്ത് കൊണ്ടുമൊക്കെ നമ്മൾ അവരെ സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കണം. അതെല്ലാം അവരെ സന്തോഷിപ്പിക്കുന്ന, അവരുടെ ഖബർ വിശാലമാകാൻ കാരണമാകുന്ന ഒരു വലിയൊരു സബബായി തീരും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു മജ്ലിസ് തന്നെ ഈ വിദൂരത്തിരുന്നു കൊണ്ട് ഈ വിനീതം ചെയ്യാൻ കാരണം അഹ്ബാബിൽ മുസ്തഫ എന്ന ഈ മഹത്തായ കൂട്ടായ്മയാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടത്തിലായി അല്ലാഹു ഈ മജ്ലിസിനെ ആക്കുമാറാകട്ടെ. ഇനിയും ആഫിയത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ഈ സ്വലാത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ പ്രിയപ്പെട്ട സുമയാത്തക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. അവരുടെ മക്കളിലും അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقولي لا إله إلا الله لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء نحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذا أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب عليم قالوا طائركم معكم وأن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلكم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون
وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالأرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد ضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لكم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم منا نعلم ما يصرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشاها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون صدق الله العظيم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق ما لمن ألوذ به سواك عند حلول للحديث العميم مولاي صل وسلم
لم دائما أبدا على حبيبك خير الخلق كلهم ولن يليق رسول الله جاهك بي إذا الكريم تحال لا باسم منتقم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلات عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة بحين يقسمك تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجاء غير منعكس لديك واجعل حساب بغير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صدرا متى تدعوه الأهوال ينحزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وذل صحبي صلاة منك دائمة على النبي بمن هل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين فهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مرنا حتى عذابا تلباني ريح الصبا وأطراب العيسى حاد العيسي بالنعم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن النبي
بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم وصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة نبينا مصطفى محمد صلى الله عليه وسلم وإلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا رحمن رحيم ما يا الله മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാ ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ മദീന മുനവ്വറ സിയാറത്തോടുകൂടി തുടക്കം കുറിച്ച ഈ മഹനീയമായ മജ്ലിസ് എന്തുകൊണ്ടും മുത്തുനബി തങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്യപിതാവ് മർഹൂം മുഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ പ്രിയപ്പെട്ട വാപ്പിച്ചയുടെ ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷവും റാഹത്തും ബറക്കത്തും ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനൂറും നീ എത്തിക്കണേ അല്ലാ. നീ എത്തിക്കണം റഹ്മാനെ. നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ, ആ ഉപ്പയുടെ ഖബർ വിശാലമാകാൻ, സ്വർഗപ്പൂന്തോപ്പാവാൻ ഞങ്ങളുടെ ഓരോ ചലനവും, ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും, ഞങ്ങളുടെ ഓരോ അമലുകളും, ഔറാദുകളും, സ്വതക്കകളും, ഹദിയകളും എല്ലാം ആ ഉപ്പയ്ക്ക് വലിയ നേട്ടം ലഭിക്കാൻ, ദറജ ലഭിക്കാൻ ഓരോ ആണ്ടിലും റബ്ബേ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവനെ, എല്ലാ നന്മകളിലും മക്കൾക്കെല്ലാവർക്കും ഒത്തുചേരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവനെ, മക്കൾ ചെയ്യുന്ന ഒരുപാട് നന്മകളുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, സാമ്പത്തികമായിട്ട് ചെയ്യുന്നവരുണ്ടാകും, നാവുകൊണ്ട് കൽബുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. ഏറ്റവും മനോഹരമാണല്ലോ ഖുർആൻ പാരായണവും ദിക്ർ ദുആകളും. അല്ലാഹുവേ, ഈ മജ്ലിസ് തുടങ്ങിയതു മുതൽ ഈ നിമിഷം വരെ പങ്കെടുത്തവർ കുടുംബക്കാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, മുഹബ്ബീങ്ങളുണ്ട്. അല്ലാഹുവേ, അഹ്ലുകാരുണ്ട് റഹ്മാനെ. എല്ലാവർക്കും നീ ഐശ്വര്യവും ബറക്കത്തും നീ നൽകണേ അല്ലാ. വന്യരായ ശൈഖുനയുടെ ബറക്കത്ത് അല്ലാഹുവേ അവിടുത്തെ ശിഷ്യഗണലും ഗണങ്ങളിലും കുടുംബത്തിലും മക്കളിലും മറുമക്കളിലും ചെറുമക്കളിലും നീ നൽകണം റഹ്മാനെ.
എല്ലാവരുടെയും ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. റാഹത്ത് നൽകണം റഹ്മാനെ, സന്തോഷം നീ നൽകണേ അല്ലാ. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പടച്ചവനെ, സാധുക്കളാണ് ഞങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ന്യൂനതകളും പുറത്ത് നാളെ ഖബറിൽ ചെന്ന് കിടക്കുമ്പോൾ സന്തോഷത്തോടെ റാഹത്തോടു കൂടി കിടക്കാനുതകുന്ന മനസ്സും ശരീരവും ജീവിതവുമാക്കി തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്കൊരുപാട് നന്മ ചെയ്യണം, ഒരുപാട് ഖൈറുകൾ ചെയ്യണം, ഒരുപാട് ഖൈറാത്തുകൾ ചെയ്യണം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണം റഹ്മാനെ, നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ബറക്കത്തുള്ള ജീവിതം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്കും മരുമക്കൾക്കും ചെറുമക്കൾക്കും നീ ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും നൽകരുത് റഹ്മാനെ, ഒരു അപകടങ്ങളും നീ നൽകരുത് റഹ്മാനെ, ഒരു രോഗങ്ങളും നീ നൽകരുത് റഹ്മാനെ. യാത്രയിലും ജോലിയിലും പഠനത്തിലും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നീ നൽകണേ അല്ലാ. ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. എല്ലാവരുടെയും രോഗം നീ ശിഫയാക്കണേ അല്ലാ. ആജിലായ കാമിലായ ശിഫ കൊണ്ട് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പടച്ചവനെ, കണ്ണേറുകൊണ്ടും സിഹ്റുകൊണ്ടും വിഷമിക്കുന്നവരുണ്ട്. എല്ലാം നീ ബാത്തുല് നൽകണം റഹ്മാനെ. പടച്ചവനെ, എല്ലാവിധ ഷർറ് ബല മുസീബത്തുകളിൽ നിന്നും ഞങ്ങൾക്ക് നീ കാവല് നൽകണേ അല്ലാ. പടച്ചവനെ, ഇബാദത്ത് ചെയ്യുന്നതിൽ ഞങ്ങളുടെ ശരീരവും മനസ്സും അനുവദിക്കുന്നില്ല. അല്ലാഹുവേ, മടിയാണ്, അലസതയാണ്, അതെല്ലാം ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണേ അല്ലാ. ഇബാദത്ത് ചെയ്തല്ലേ പറ്റൂ. ഞങ്ങളെ മനസ്സിൽ തോന്നുന്നതനുസരിച്ച് ചെയ്യാനുള്ളതല്ലല്ലോ ഇബാദത്ത്. ഇന്നിനി വേണ്ട, നാളെ ചെയ്യാമെന്ന് ചിന്തിച്ചാലും അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഏടുകൾ വെറുതെ അങ്ങ് മറിഞ്ഞു പോവുകയാണ്. പിശാച് പല രൂപത്തിലും ഞങ്ങളെ ഇബാദത്തിൽ നിന്നും സൽക്കർമ്മങ്ങളിൽ നിന്നും നല്ല നല്ല ചിന്തകളിൽ നിന്നും മാറ്റി നിർത്തുമ്പോൾ അല്ലാഹുവേ, അതിൽ നിന്നെല്ലാം കുതറിയോടി ഈമാനോടുകൂടി മുന്നേറി നാളെ എൻ്റെ ഖബറിടം പ്രകാശപൂരിതമാകണം. ആർക്കു വേണ്ടിയും ജീവിതം മാറ്റിവെക്കാനുള്ളതല്ല, പിശാചിന് വേണ്ടി ഇബാദത്ത് നീക്കിവെക്കാനുള്ളതല്ല. എല്ലാ പരീക്ഷണങ്ങളെയും അതിജയിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, നിൻ്റെ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്ത് കൊണ്ട് ദഅവത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ പച്ച പിടിപ്പിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ, നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന മഹനീയമായ ഈ കൂട്ടായ്മയിൽ സ്വലാത്ത് ചൊല്ലാനും ചൊല്ലിപ്പിക്കാനും ഓരോ ഖൈറാത്തുകളും ഈ കൂട്ടായ്മയിലൂടെ ചെയ്യുന്നു. മരണപ്പെട്ടു പോയവർക്ക് ഹദിയകൾ നൽകുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം തർത്തീബ് ചെയ്യുന്നു. അല്ലാഹുവേ, ഈ രൂപത്തിൽ മനോഹരമാക്കി നേതൃസ്ഥാനത്ത് നിന്ന് അല്ലാഹുവേ, മുത്തുനബി തങ്ങളുടെ ഖാദിമത്തായ സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട സുമയാത്ത് അല്ലാഹുവേ, നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ് നീ നൽകണം റഹ്മാൻ. അല്ലാഹുവേ, എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, മക്കൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. 2 പെൺമക്കളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ ചെറിയ മക്കൾക്ക് നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. എല്ലാവരുടെയും ജീവിതം ഐശ്വര്യമുള്ളതും ബറക്കത്തുള്ളതുമാക്കണം റഹ്മാനെ. അവരുടെ ഭർത്താക്കന്മാരിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ ജോലിയിലും അവരുടെ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. പടച്ചവനെ, പേരമക്കൾക്ക് നീ ആഫിയത്തും ആരോഗ്യവും ഇൽമും ഇഷ്ഖും ബറക്കത്തും നീ ഏറ്റി നൽകണം റഹ്മാനെ. പടച്ചവനെ, ആൺമക്കൾ 2 ആൺമക്കളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, പഠനത്തിൽ പുരോഗതി നൽകണേ അല്ലാ, നല്ല വിദ്യാഭ്യാസവും ജോലിയും നൽകണേ അല്ലാ, നല്ല ജീവിതം നൽകണം റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
തിരുനോട്ടം കൊണ്ട് നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പടച്ചവനെ ഖൈറിൻ്റെ അഹ്ലുകാരാക്കണം റഹ്മാനെ. അല്ലാഹുവേ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മച്ചി ഇപ്പോഴും അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. പ്രിയപ്പെട്ട സുദീർക്കയുടെ ഉമ്മ അല്ലാഹുവേ നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. ദീർഘായുസ് നീ നൽകണം റഹ്മാനെ. ആരോഗ്യം നൽകണേ അല്ലാ. അവരുടെ പ്രിയപ്പെട്ട മക്കൾക്കെല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാ. മരുമക്കൾക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. അവരുടെ എല്ലാം ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. കുടുംബം പോലെയാണ് എപ്പോഴും പുണ്യമദീനയിൽ വെച്ച് എല്ലാവരെയും ഓർത്ത് ദുആ ചെയ്യാറുണ്ട്. പക്ഷേ അത് സ്വീകരിക്കണം അല്ലാഹുവേ. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയ എല്ലാവരുടെയും ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം എത്തിക്കുന്നതോടൊപ്പം സുമയാത്തയുടെ പൊന്നുമ്മയുടെ ഖബറിലേക്കും ഇതിൻ്റെ സന്തോഷം എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളവരെ കണ്ടിട്ടില്ലെങ്കിലും എത്രയെത്ര മജ്ലിസാണ് ഉമ്മിച്ചക്കും വാപ്പിച്ചക്കും വേണ്ടി ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അല്ലാഹുവേ നാളെ അവരോടൊപ്പം ഹബീബായ മുത്തുനബി തങ്ങളിലേക്ക് ചെന്ന് ചേരുന്ന മഹനീയമായ ഒരു മുഹൂർത്തത്തിലേക്ക് ഞങ്ങളെത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവേ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഒരുപാട് സമയങ്ങൾ മാറ്റിവെച്ചതുപോലെ ഞങ്ങൾ മരിച്ച് 6 അടി മണ്ണിൽ ഇരുളാർന്ന ഖബറിടത്തിൽ കിടക്കുമ്പോൾ ആരാരും സഹായമില്ലാത്ത സമയത്ത് ഞങ്ങളെ സ്നേഹിക്കാനും ഞങ്ങളെ ആദരിക്കാനും ഞങ്ങളെ ബഹുമാനിക്കാനും ഹദിയകൾ കൊണ്ടും സമ്മാനങ്ങൾ കൊണ്ടും ഖുർആൻ കൊണ്ടും അദ്കാറുകൾ കൊണ്ടും ഖുർആൻ്റെ വഖഫുകൾ കൊണ്ടും റബ്ബേ ഞങ്ങളെ ഖബറിടം പൊതിയുന്ന ഒരുപാട് അഹ്ലുകാരെ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാൻ. നീ നൽകണേ അല്ലാ, നീ നൽകണം റഹ്മാനെ. പടച്ചവനെ എല്ലാ നിലക്കും ഐശ്വര്യവും ബറക്കത്തും റാഹത്തും നീ നിലനിർത്തണേ അല്ലാ. നീ നിലനിർത്തണം റഹ്മാനെ. പടച്ചവനെ ഞങ്ങളാക്കി ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ അഹ്ബാബിയങ്ങളിലുള്ള എല്ലാ ലീഡർമാർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാ ക്യാപ്റ്റന്മാരിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാ അഡ്മിന്മാരിലും ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാ മെമ്പർമാരിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയ ധാരാളം മെമ്പർമാരുണ്ട്. അവരുടെ ഖബറിലേക്കും ഇതിൻ്റെ സന്തോഷം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. പ്രത്യേകിച്ച് അഹ്ലു സുഫക്കാർക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. അല്ലാഹുവേ പ്രതിമാസം പരിശുദ്ധ മദീനയിലേക്ക് അല്ലാഹുവേ പാവങ്ങൾക്ക് വേണ്ടിയും മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഏറ്റവും മഹത്വമേറിയ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹുവേ പ്രതിമാസം സ്വതഖകൾ നൽകുന്ന ഹദിയകൾ നൽകുന്നവരാണ് അല്ലാഹുവേ അഹ്ലുസുഫക്കാരെന്ന പേരിൽ അറിയപ്പെട്ട് നാളെ മുത്തുനബി തങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളാക്കി നീ മാറ്റണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യണം, ഒരുപാട് ഖുർആൻ വഖഫ് ചെയ്യണം അല്ലാഹുവേ. തൗഫീഖ് നൽകണേ അല്ലാ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് വേണ്ടി അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത വഖഫ് സ്വീകരിക്കണം റഹ്മാൻ. നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ആരൊക്കെയാണോ ആ ഉപ്പയ്ക്ക് വേണ്ടി ഖുർആൻ വഖഫ് ചെയ്തതും മറ്റു പല കാര്യങ്ങളും ചെയ്തതുമെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ അവസാനം മുത്തുനബി തങ്ങളുടെ തിരുഹളറത്തിൽ ജന്നത്തുൽ ബഖീഇൽ അന്തി ഉറങ്ങാൻ ഹുസ്നുൽ ഖാത്തിബ മനോഹരമാക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.